ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. മർസിയുടെ ഉമ്മ പോയതിന് ശേഷമുള്ള നമ്മൾ ആദ്യത്തെ വ്ളോഗാണല്ലേ മർസി? അതന്നെ. അതായത് പുലർച്ചക്ക് എത്ര മണിയാ? 5 മണിക്ക്, 5 മണി 5:30 ആ ടൈമിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും മർസി വർക്കിന് പോകുന്ന ആ ഒരു സമയമാണിത്. അപ്പോൾ ഈ ഒരു സമയത്താണ് മർസീൻ്റെ ഉമ്മാനെ മിസ് ചെയ്യുന്നത്. അതായത് നെസ് ബേബി നമ്മൾ എല്ലാവരും, കാരണം നമ്മൾ മർസി വർക്കിന് പോകുന്ന സമയത്തൊക്കെ നെസ് ബേബിനും ഉമ്മമാൻ്റെ ഒന്നിച്ചാണ് ആക്കിയിട്ടാണ് പോവല്. എനിക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ കുറേ വ്ളോഗൊക്കെ എടുത്തതാണ്. അപ്പോൾ ഇന്ന് അത് ഉമ്മ പോയതിന് ശേഷം നമ്മുടെ കൂടെ തന്നെ കൂട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അതന്നെ, ഈ പ്രാവശ്യം ഉമ്മ പോയിട്ട് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. കാരണം വെച്ചാൽ നെസോനും ഭയങ്കര മിസ് ആയിട്ടുണ്ടായിന്. ആദ്യം പോയ ആ ഒരാഴ്ച ഒക്കെ വല്ലാത്ത ഒരു ഇടങ്ങാറുണ്ടായിരുന്നു. രാവിലെ ഉറങ്ങിച്ചാട് ഉമ്മമ്മ എടുത്തു എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പോകും. പിന്നെ പുറത്തുനിന്ന് പ്ലെയിൻ്റെ ഒച്ചയൊക്കെ കേൾക്കുന്ന സമയത്ത് ആ ഉമ്മമാൻ്റെ പ്ലെയിനല്ലേ അത്, ഉമ്മമാൻ്റെ വരാൻ പറ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഫോണൊക്കെ വിളിക്കുന്നല്ലേ. ഫോണൊക്കെ വിളിക്കുമ്പോൾ ഓരോന്ന് അവിടുന്ന് വാങ്ങിയിട്ടുണ്ട്, ഈ സാധനം വാങ്ങാന്നൊക്കെ പറയും. പിന്നെ ഓക്കെ ആ ഒരു സമാധാനത്തിൽ ഇപ്പൊ ഉള്ളതല്ലേ, ഓരോ സാധനം വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇന്നത്തെ വർക്ക് എവിടെ വരുന്ന അവസ്ഥ? ഇന്നത്തെ വർക്ക് പാപ്പിനിശ്ശേരി ഇരണാവ് ഭാഗത്താണ്. നീല 7 കിലോമീറ്റർ എന്ന് പറഞ്ഞേ. അതെ, അത്രേ ഉള്ളൂ. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ അല്ലേ, നമുക്ക് അടുത്ത് തന്നെ ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു ടൈമിന് ഇറങ്ങുന്നത്. പിന്നെ അത് മാത്രല്ല ഇന്നൊരു വർക്കേ ഉള്ളൂ. പിന്നെ 3 മണി 4 മണി ആ സമയമാകുമ്പോൾ തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ആ പോകുന്ന സമയത്ത് നെസ്ബിബിനെ കൂട്ടിയിട്ട് നമ്മുടെ കാറിൽ തന്നെ അവിടെ തന്നെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ ഇല്ല, അത് നമുക്ക് കാണാനില്ലേ. ബ്ലാങ്കറ്റ് എടുത്തിനാ? ഇല്ല, എടുത്തിട്ടില്ല. മർസീന്റെ പണിയായുധങ്ങളെല്ലാം എടുത്ത് പോയി. ആളെ നല്ല ഉറക്കില്ലാട്ടാ. ഓരോ ഡ്രസ്സും പിന്നെ ഒരു മിൽക്ക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ മിൽക്ക് അവിടെ നിന്ന് വാങ്ങും. പിന്നെ വെള്ളത്തിന്റെ ബോട്ടിലും പിന്നെ പുറപ്പെടുക്കുന്നില്ലേ, പിന്നെ ബ്ലാങ്കറ്റ് എടുക്കുന്നത് നമ്മൾ കാറിൽ തന്നെ കിടത്തു. ഏകദേശം എണീക്കാൻ ഒരു 8 മണി ആ സമയമാവും. പക്ഷെ അന്നത്തെ ദിവസം ആ ഒരു 7 മണിയാകുമ്പോൾ തന്നെ എണീച്ചിട്ടുണ്ടായി. ഇതോളെ കുഞ്ഞാരുള്ള ബ്ലാങ്കറ്റ് ആട്ടാ, ചെറുപ്പത്തിലേ. അതുകൊണ്ട് ഈ ബ്ലാങ്കറ്റിനോട് ഒക്കെ ഭയങ്കര കൂറാണ്. ഞാൻ ഇതെല്ലാം എടുക്കാം, അല്ലെങ്കിൽ ഇതെടുത്ത ഞാൻ ഉള്ള എടുക്കാം. ഇത്രയും സാധനം നമുക്ക് വണ്ടിയിൽ കയറ്റണത് കേട്ടോ. പുറത്തു ഓക്കെ, ഈ സാധനം ഉണ്ടല്ലേ, ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓക്കെ അങ്ങനെ ഒന്ന് പൊട്ടിച്ചേക്കല്ലേ. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. മഴ എനിക്ക് കാറ്റാന്നറിയാം. അതെയാ, നല്ല കാറ്റുണ്ട്. നെസുവിന് പാൻ്റൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മർസീനസും ബാക്കിലാണ് ഇരിക്കുന്നത്. അറിയില്ല. നമ്മളെ കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ചിട്ട് അവര് സ്കിന്നിന്റെ pH ലെവലും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അവര് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മളെ വലിയ ആൾക്കാർ ഡിറ്റർജന്റ് യൂസ് ചെയ്യാനേ പാടില്ല. നമ്മളെ കുട്ടികൾക്കായിട്ട് തന്നെ ബേബി സേഫ് ഡിറ്റർജന്റ് തന്നെ യൂസ് ചെയ്യാം. ഞാൻ എന്റെ മോക്ക് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലവ് ലാപ്പിന്റെ ബേബി ലിക്വിഡ് ഡിറ്റർജന്റ് ആണ് കേട്ടോ. ഇത് നമ്മളെ ബേബീസിന്റെ സ്കിന്നിന് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത് നമ്മളെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നന്നായിട്ട് ക്ലീൻ ആവും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും നൽകും. ഇതിന്റെ ബെസ്റ്റ് പാർട്ട് കാറ്റിയോണിക് സോഫ്റ്റനിങ് ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് ക്ലീൻ ആവുന്നതിന്റെ കൂടെ തന്നെ ഡ്രസ്സിന്റെ സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡെർമറ്റോളജി ടെസ്റ്റഡ് ആൻഡ് അപ്രൂവ്ഡ് ആണ്. അതായത് സ്കിൻ ഡോക്ടർ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഇത് ബേബിന്റെ സ്കിന്ന് സേഫ് ആണ് കേട്ടോ. IFRA സർട്ടിഫൈഡ് ഫ്രാഗ്രൻസ് ആട്ടോ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഡിഫറെന്റ് പാക്കിലും പിന്നെ അതുപോലെ തന്നെ സൈസിലും അവൈലബിൾ ആണ്. ഈ ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ ബേബീസിന്റെ ഡ്രസ്സിലുള്ള സ്റ്റെയിനും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മൾ ഹാൻഡ് വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ 5 മുതൽ 8 വരെയുള്ള ഡ്രസ്സിന് 20 ml പിന്നെ അതുപോലെ തന്നെ നമ്മൾ മെഷീൻ വാഷ് ആണ് ചെയ്യുന്നതെങ്കിൽ 8 മുതൽ 10 വരെയുള്ള ഡ്രസ്സിന് 30 ml യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്കും നിങ്ങളെ കുട്ടികളുടെ ഡ്രസ്സ് നല്ല സ്പാർക്കും ക്ലീൻ ആവാനും പിന്നെ അതുപോലെ തന്നെ നല്ല പ്രൊട്ടക്ഷനും കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിറ്റർജന്റ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയിട്ടാ. നെതിർക്കിതാ നെജുവിന് മിൽക്ക് വാങ്ങിക്കുന്നു. നമ്മൾ നല്ല ചായ കുടിക്കുന്നു. പിന്നെ നെയ്പത്തല് കേട്ടാ. നെസു എണീച്ച് ഹായ് പറഞ്ഞു. നെസു എണീച്ച് ഇനി ബാക്കി ഞാൻ പോയി കഴിഞ്ഞാൽ നെതിർക്കുന്നത് നെസുവിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം. പല്ല് തേപ്പിക്കൂലെന്ന് ഇനി ജസ്റ്റ് ഒന്ന് വായിൽ വെള്ളാക്കിയിട്ട് കഴുകി കൊടുക്കും. പിന്നെ ആക്ക് മിൽക്ക് കൊടുത്തു.
ഉറങ്ങുന്നില്ല ഇല്ല ഉറങ്ങൂല നാളെ എണീറ്റ് ഒക്കെ മിൽക്ക് വേണമെന്നാ പറയുന്നേട്ടാ. ബാപ്പ ഇവിടുന്ന് വാങ്ങിച്ചത് ഇതാ മോക്കിത മിൽക്ക് തുറന്നിട്ട് കുടിച്ചു. ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തിയേട്ടാ. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാല് പഞ്ചായത്ത് ഗ്രൗണ്ടിന്റെ റോഡ് എന്നാ പറയുന്നത്. പഞ്ചായത്ത് ഗ്രൗണ്ട് റോഡ്. Your destination is on the right. ഓക്കെ പണ്ട് മറ്റേ പോളി എടുക്കുമ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയില്ലേ, ഏകദേശം ഇതേപോലത്തെ റോഡാ. ഗൈസ് അങ്ങനെ മർസീനെ നമ്മളവിടെ ആക്കി. ഇനി നമ്മളതായിട്ടുള്ള സമയമാണ് 3 മണിക്കൂർ അല്ലേ നസു അല്ലേ? പൊതുവെ എന്ന് പറഞ്ഞാല് മർസീന ഉമ്മിനെ ഫ്രണ്ടിന് മേക്കപ്പ് ഇടാൻ വേണ്ടി അല്ല ഇത്താത്തക്ക്. അതന്നെ പൊതുവെ ഇവളെന്ന് വെച്ചാല് ഉറക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ വീഡിയോ എടുക്കുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് എണീച്ചതാണ് കേട്ടാ. അപ്പോൾ എണീച്ചതുകൊണ്ട് ഇപ്പോൾ 2.5 മണിക്കൂർ ഉളപ്പരം തന്നെ ഞാൻ കളിക്കണം. അല്ലെങ്കിൽ ഞാനും അവൾ ഉറങ്ങുന്ന സമയത്ത് തന്നെ, അവൾ കാറിൽ ഉറങ്ങുന്ന സമയത്ത് തന്നെ ഞാനും കുറച്ച് ഉറങ്ങും. പിന്നെ ഏകദേശം എന്താ പറയുക 1 മണിക്കൂർ കഴിഞ്ഞാലൊക്കെയാണ് അവൾ എണീക്കൽ. പക്ഷെ ഇന്നിപ്പം മൊത്തത്തിൽ എണീച്ചിട്ടാണ് ഉള്ളത്. എന്താ ചെയ്യുന്നത്? ഇവിടെ ഉമ്മീനെ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നു കാറിൽ, അകലിൽ എടുത്തിട്ട് ബാപ്പാക്ക് മേക്കപ്പ് ഇട്ടരാന്നെല്ലാം പറഞ്ഞിട്ട് ഇട്ടരാൻ വേണ്ടി പോയിന്ന്. ഇട്ടുക ഐ മേക്കപ്പ് ഇട്ടരോ? ഐ മേക്കപ്പ് ആക്ഷൻ മാത്രമേ. അപ്പൊ ഏകദേശം 10 മണി ആവാനായി. നമ്മളെ കളിയും കാര്യങ്ങളും കഴിഞ്ഞല്ലേ? കൊറേ കളിച്ചിട്ടില്ലേ ഇവിടുന്ന്? ആ ബേബിനോട് ചോദിച്ചിട്ട് ഉപ്പിട്ടാ ഏതില്? ആ മിൽക്ക് കുടിച്ചു. മിൽക്ക് കുടിക്കുമ്പോ ഞാൻ കളിക്കുന്ന പോലെ ആക്കിയിട്ട് കുറച്ച് പഞ്ചസാരയിൽ ഇട്ടുതരാന്ന് പറഞ്ഞാണ് കൊടുത്തത്. അതിനാ പറയുന്നത് ഉപ്പിട്ടിരുന്നൊക്കെ. അതാ ഉമ്മി വന്നിട്ടാ. നീ റേഞ്ചില്ലാതിരുന്നു പറയണ്ടേ? ആ പറയുന്നൊന്ന് കേൾക്കുന്നുണ്ടാക്കി. അടുക്ക് മർസി കുറച്ച് മുന്നോട്ടേക്കട്ടെ. കല്യാണത്തിന് പോകുമ്പോ ചെരുപ്പാ? ഉമ്മീന്റെ ചെരുപ്പ് പോകാത്ത ചെരുപ്പ് ഇടിയത് എന്നാ ഉമ്മീന്റെ തന്നെ ആയിരിക്കും. എനിക്കങ്ങ് ഉറക്കം വന്നിട്ട് ഞാൻ എപ്പോ ഉറങ്ങലുണ്ടല്ലോ, ഒരു കുറച്ച് സമയം ഉറങ്ങൂല. ഇല്ല ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇന്നിവിടെ രാവിലെ എണീച്ചോണ്ട് അവിടെ വരുമ്പോ പൊറോട്ടയും മുട്ടക്കറിയും വാങ്ങിട്ടെ നമ്മളെ ഫുഡ്. ഞാൻ നിങ്ങളോട് പോകുമ്പോ പറഞ്ഞിട്ടുണ്ടായിട്ടോ തിരിച്ചു വരുമ്പോ ഉറങ്ങാന്ന്. ഗൈസ് നമ്മളെ ഫുഡ് അടിയിലും കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു കല്യാണം ഉണ്ട് ഇന്ന്. നമ്മളത് മറന്നുപോയി അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഓർമ്മയെ ഉണ്ടായിട്ടില്ല അല്ലെ? നമ്മള് ഷഹനാസിന്റെ റിലേഷനിലുള്ള ഒരു കല്യാണം. നമ്മളെ ഇസ്മായില് വിളിച്ചതാന്ന് പറയുന്നു ഓർമ്മ വന്നു. ശരിക്കും പറഞ്ഞാല് ഇസ്മായിൽ വിളിച്ചിട്ടാണ് ഇന്ന് കല്യാണം ഉണ്ടല്ലോ പറഞ്ഞ ഓർമ്മ വന്നത്. ശരിക്കും നമുക്ക് ഇപ്പൊ കല്യാണം ഒന്നും കിട്ടില്ല എന്നല്ല, കൂടാൻ പറ്റില്ല. നമുക്ക് കൂടാൻ വേണ്ടി പറ്റില്ല. മർസീന് വർക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എന്തായാലും ഒരു 12 മണി ആ ഒരു ടൈമെല്ലാം ആവും. ഇന്നിപ്പോ നമ്മള് കുറച്ച് നേരത്തെ എത്തിയോണ്ട് ഇപ്പൊ ഇസ്മായിൽ വിളിച്ചുകൊണ്ട് ഇവിടെ അടുത്താണ്. നമ്മളെ അത്ര വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. ഇന്ന് പെട്ടെന്ന് കഴിയുകയും ചെയ്തിന്. അതുകൊണ്ട് നമ്മള് നേരെ തന്നെ കല്യാണ വീട്ടിലേക്ക് പോവാ. അപ്പൊ നെസ് ബേബി ആയിട്ട് ഡ്രസ്സ് കാണിച്ചു തരാ. ഒരു അടിപൊളി പച്ച നമ്മള് ഇതിന്റെ ഇടക്ക് ഡ്രസ് കളക്ഷനിലും കാണിച്ചു തന്ന ഡ്രസ്സാണ് കേട്ടോ. പൊക്കി കാണിച്ചു തരാം. ആടുന്നുണ്ടല്ലോ. വെയിലത്ത് പോകുന്നൊക്കെ കണ്ണുമ്പത്തിട്ടേ പോകുന്നു. എന്താന്ന് ആ ഡ്രസ് ചെറുതായാ? ഇത്തിരി ഉണ്ടായിനാ കേട്ടുണ്ടായിനാ? നല്ലോണം ചെറുതായ പോലെ തോന്നുന്നുണ്ട്. ബാക്കില് സീറ്റ് ഊരി വെച്ചിനോളെ. നമ്മളെ കൂടെ തന്നെ ഇസ്മായില് നദീറിയുണ്ട് കേട്ടാ. അവര് വഴിക്ക് നമ്മളെ വണ്ടിയിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏകദേശം അവരുടെ അടുത്ത് എത്താനായി കേട്ടാ. നല്ല ബ്ലോക്ക്. 2 മണി കഴിഞ്ഞ്. മഴ നിക്കുമ്പോ ഭയങ്കര ചൂടുള്ളത്.
2 മണിയായി ആദ്യമായിട്ട് ഇത്ര ലേറ്റ് ആയിട്ട് കല്യാണത്തിന് പോകുന്നല്ലേ ചോറെല്ലാം തീർന്നപ്പോ അപ്പൊ ഇതാ ഇസ്മായിലിന്റെ തിയറി അവിടെ ഉണ്ട് കേട്ടാ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവര് കുറച്ച് നേരത്തെ അവിടെ എത്തി മോനെ അങ്ങോട്ടേക്ക് വന്നാ പറയുന്നേ അവരെന്തോ വെള്ളമായിട്ട് കുടിക്കാൻ തോന്നുന്നു ആ തന്നെ അതന്നെ അപ്പൊ ഗൈസ് കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മള് ലേറ്റ് ആയിട്ടാ വരാൻ വേണ്ടിട്ട് വരുന്ന വഴിക്ക് നമ്മള് കരിമ്പ് ജ്യൂസ് ഒക്കെ കുടിച്ച് അടിപൊളിയാക്കി എൻജോയ് ചെയ്ത് വന്നല്ലേ മസ്സേ നമ്മളവിടെ എത്താനും കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല ബ്ലോക്കും കാര്യമെല്ലാം ആയതുകൊണ്ട് പിന്നെ ഗൂഗിൾ മാപ്പ് എന്നത്തെയും പോലെ നമ്മളെ അന്ന് പറ്റിച്ചിട്ടുണ്ടായിരുന്നു വേറൊരു സ്ഥലമാണ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഷഹനാസ് വന്നിട്ട് വിളിച്ചിട്ട് വേറെ സ്ഥലമൊക്കെ പറഞ്ഞു തന്നിട്ട് നമ്മൾ ചുറ്റിയിട്ടൊക്കെയാണ് പോയത് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ നെസ്ബേബിന്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നമ്മളൊന്ന് ഒപ്പിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മള് കണ്ണൂർ ക്യാപിറ്റൽ മാളിൽ അവിടെ പോയിട്ട് ചെയ്തതിന് ശേഷം വേറെ എന്താ ചെയ്ത കുറച്ച് മുടി ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഇൻസ്റ്റാഗ്രാമിൽ ഇതന്നെ പറയുന്നത് മുടി മുറിച്ച് ഇൻസ്റ്റാഗ്രാമിൽ അതിന്റെ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടില്ല ഇൻഷാല്ല അത് യൂട്യൂബിലും കൂടി ഇടാം എന്താ പറയാ നമ്മള് സ്ട്രെയിറ്റ് ചെയ്ത് നമ്മള് മുടി സ്ട്രെയിറ്റ് ചെയ്താലുണ്ടാവില്ല അതുപോലെ ഒരു എഫക്റ്റ് പക്ഷെ അത് കേള് മാറ്റിയിട്ട് കുറച്ചൊന്ന് ബ്ലോ ഡ്രൈ ചെയ്ത് അതല്ല ഉദ്ദേശിച്ചേ അതന്നെ അപ്പൊ അത് ചെയ്ത സമയത്ത് എന്താ പറയാ നല്ല ഹെയർ പോലെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് എന്താ പറയാ ഒരു പഴയതുപോലെ തന്നെ കുറച്ച് 2-3 മണിക്കൂർ വരെ നിന്നിട്ടുള്ളൂ അല്ലെ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്യണം അവരെന്തെങ്ങനെ ജസ്റ്റ് സ്റ്റൈൽ ചെയ്ത് തന്നേ ഉള്ളൂ അപ്പൊ ഇൻഷാല്ല നമ്മള് ഇനി അടുത്ത വ്ളോഗായിട്ട് വരാം ഒരു ഡേ ഇൻ ലൈഫോ അല്ലെങ്കിൽ ആരെങ്കിലും സാരി ആരെങ്കിലും വരുന്ന സമയത്തൊക്കെ നമുക്കൊരു വീഡിയോ എടുക്കാം ഓക്കെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബൈ